എടീ രാജമ്മാടെ ഇല്ലേ? ആളനക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടേ? നകുലന്റെ ഒക്കെ പൊട്ടിയാ പോലൂ. പൊട്ടിയാ? ആ ഓക്കാ ഓക്ക് എവിടുന്നത് കിട്ടിയേ? അതിന് നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ പൊട്ടി പിടിച്ചേ. എവിടുന്നാമോ കിട്ടീനെ? കുഞ്ഞിക്ക് ജീവൻ വെക്കുന്ന സമയ. പഠിച്ചോനെ, പള്ളിയിൽ കുഞ്ഞില്ലപ്പോ പൊട്ടി പിടിച്ചാ കുഞ്ഞി പോകുന്ന ഉറപ്പല്ലേ? എനിക്ക് രാജമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോ ഓളെങ്ങനെയാ സഹിക്കുവാ എന്റെ റബ്ബേ. ഓക്ക് നല്ലോണം ഉണ്ടാ? നീ പോയിനാടാ? എനക്കവിടെ പോവാല. പണ്ടെനക്ക് വന്നോണ്ട് ഇനി വരൂലാലോ. എനക്കും വന്നിനി. ഇനി പോകുമ്പോ ഞാനും വരും. ഇത് വന്നതിന് ഞാൻ എന്താക്കല്ലേ നകുലേട്ട? നമ്മ ശ്രദ്ധിക്കാനിട്ടാന്ന് പറഞ്ഞ അമ്മ കുറെ ചീത്ത പറഞ്ഞു. ഈ അമ്മാറൊന്നും കാര്യാക്കണ്ട. ഈ രാജ ഡോക്ടറിന്ന് വിളിച്ചോക്ക്. നകുലേട്ട, ഇത് വന്നോണ്ട് നമ്മളെ കുഞ്ഞിക്ക് എന്തെങ്കിലും കുഞ്ഞിക്ക് സംഭവിക്കാനടി? നീ ലേറ്റ് ആക്കാൻ ഡോക്ടറിന്ന് വിളിക്കും. ഹലോ ഡോക്ടറെ, ഞാൻ ശാലിനിയാണ്. പറഞ്ഞോ. ഡോക്ടർ, എന്റെ കയ്യിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. അത് ചിക്കൻ ബോക്സ് ആണെന്ന് ചെറിയൊരു സംശയം. ശാലിനി ഒരു കാര്യം ചെയ്യ്, ആ പൊന്തിയ ഭാഗം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് ഞാൻ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് അയച്ചോ. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ശരി. എന്താ കാണിച്ചേ? അയച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞിനി. എല്ലാരും പറയുന്ന അലച്ചു പോകുന്നു. ചെയ്ത വഴിപാടെല്ലാം വെറുതെ പോവാനെ. അതിനിത് നാട്ടുകാരൊന്നല്ലല്ലോ തീരുമാനിക്കണം, ഡോക്ടറല്ലേ? എന്നാ ഞാൻ ഓളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോ. അമ്മ ഇത് സാധാരണ അസുഖമൊന്നുമല്ലല്ലോ, ചിക്കൻ ബോക്സ് അല്ലേ? ഓള് ഡോക്ടർ വിളിച്ച കാര്യം പറഞ്ഞ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഡോക്ടറാണ്. ആ ഡോക്ടർ. രാജമ്മേ, വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല ഇടാ. വരുന്നുണ്ട് നിങ്ങളുടെ ചങ്ങായിമാര്. വെറുതെ വേണ്ടാത്ത ആരമ്പലം പറഞ്ഞു ഓള് കരയിച്ചിന്റെ സ്വഭാവം മാറൂട്ടാ. ഒന്നും മിണ്ടാണ്ടി ഒരു കേക്കും. ഒരു കേട്ട എനിക്ക് എന്തെന്ന് ഇപ്പൊ? ആ അല്ലപ്പാ, എന്തെന്നാ ഈ കേക്കുന്നേ? ഓർത്തു ശാലിനി ഓളകത്ത് ഡോക്ടറോട് സംസാരിക്കുന്ന. ഞാൻ ചായ എടുക്കാം. നീ അവസ്ഥയിൽ നിൽക്കുമ്പോ നമുക്ക് രണ്ടാക്കും ഒരു ഇറ്റ് വെള്ളം ഇറങ്ങുമോ രാജമ്മേ? ഡോക്ടറെ, ഇത് വന്നോണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കുകയില്ല. ഒരു 10-13 ദിവസം കഴിയുമ്പോൾ കുരുക്കളൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഇതല്ലേ ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ഈ സമയം അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഹാപ്പി ആവും. പിന്നെ കാർട്ടൂൺസ്, സോങ്സ്, ചെറിയ തോതിലുള്ള ഡാൻസ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ആ ഏടുന്ന കിട്ടിയെന്ന് ആർക്കറിയാം. വന്നപാടെ പനിക്കുന്നു. നോക്കുമ്പോണ്ട് കയ്യിൽ പൊന്തിന്. അതിന് ഇനി വിഷമിക്കണ്ട. നകുലര് ചാലിനും ചെറുപ്പമല്ലേ, അതങ്ങ് പോയാ പോട്ട്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചോ എന്റെ കുഞ്ഞ് അലസി പോകുന്നേ? ശാലിനി അകത്ത് പോ. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കാമേ. മോളെ, നമ്മള് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലേ? എന്റെ കുഞ്ഞ് അലസി പോകുന്നു പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കല്? ഇവരിപ്പോ ഇവിടെ ഇറങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ നകുലേട്ട ഞാൻ ഇവിടെ ഇറങ്ങും. ഇവളെ വായിലിരിക്കുന്ന കാക്കാനോ അമ്മ വന്നിന്? എനിക്ക് എടുക്കുന്ന കഷ്ടം. ചെലപ്പോ ഓള് ചായ കാച്ചി കളയുമ്പോ വെറുതെ നീ ഇങ്ങനെ ആയിന്. ആദ്യം എന്റെ സ്വഭാവം നന്നാവണം. നിന്റെ പൊയ്ത്തം. നീ എന്തിനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നു? മനുഷ്യന്റെ മനസ്സമാനങ്ങളായിട്ട് മനസ്സമാധാനം പോവാനിടെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ട. ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കാനില്ലാന്ന്. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അസുഖം മാറുന്നവരെ സന്തോഷത്തോടെ നിൽക്കാനാ പറഞ്ഞത്. അതിനിടയിൽ എന്റെ കുഞ്ഞ് അലസി പോകുന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കില്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഞ്ഞിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിന്. കൃഷ്ണ കാത്തോട്ടെ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വയറിന് ഇളക്കി നടന്ന യാത്ര, ഈ സ്കൂട്ടർ യാത്ര, കട്ടറി ചാടൽ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് കൺസീവ് ആകുന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം വരാതെ സൂക്ഷിക്കണം. അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ. ഇതിനോട് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് ഇപ്പം അമ്മ കറണ്ട്. സാധാരണ പ്രീമച്ചർ സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നാൽ അമ്മയ്ക്കോ കുട്ടിക്കോ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പക്ഷേ 6 to 13 വീക്സ് വരെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് താനും. അൺഫോർച്ചുനേറ്റ്ലി
ശാലിനിക്കത് 6th വീക്കാണ്. ഫീവർ കൂടിയ ഈ അസുഖം ന്യൂമോണിയയിലേക്ക് കിടക്കും. പിന്നെ റിക്കവറിങ് ചാൻസ് വളരെ ടഫാണ്. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടിയെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ ഈ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഒരിക്കലും അവളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് നമ്മൾ ആദ്യം അവളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഡോക്ടറെ, അപ്പൊ കുഞ്ഞിന് 1 മാസം കഴിഞ്ഞ് അബോർഷൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. കുഞ്ഞിന് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അല്ല ഡോക്ടർ, എന്ത് ഇഷ്യൂസ്? മെയിനായിട്ട് വരുന്നത് ഈ കാർഡിയാക് ഇഷ്യൂസാണ്. സ്കാൻ ചെയ്യുമ്പോൾ അത് ഗൈനക്കിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവളുടെ അടുത്ത് നിൽക്കട്ടെ? എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലടാ അവളുടെ അടുത്ത്. എടാ, ഇനി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. എല്ലാം പോസിറ്റീവായിട്ട് കാണും. ഒന്നും സംഭവിക്കില്ലടാ. നമ്മളത്ര കൊതിച്ചാന്നൊരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞ് പോയി പോകുന്ന പറഞ്ഞാൽ ഒക്കെ സഹിക്കാൻ പറ്റില്ലടാ. കുഴപ്പാ. ഓക്കൊന്നും പറ്റുന്നേയുള്ളൂ എനിക്കിപ്പം. എടാ, ഓക്കൊന്നും പറ്റൂല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഇപ്പം. എനിക്ക് എങ്ങനെ ഇത്ര ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു? ഇപ്പം ഞാൻ ചിരിച്ചിട്ടെങ്കിൽ നമ്മ രണ്ടാളും കരയേണ്ടി വരും നഗലേട്ടാ. എടാ, ടെൻഷനൊന്നും അടിക്കണ്ടടാ. എടാ, എനിക്ക് കാണാന്നാ പറഞ്ഞ കാഴ്ച കണ്ടേ, ദുനിയാവിലെ ആ സുന്ദരമായ കാഴ്ച. ശാലിനിയുടെ ബൈസ്റ്റാൻഡേഴ്സ്. എടാ, വിളിക്കുന്നടാ, ചെല്ല്. ദുനിയാവിലെ ആ സുന്ദരമായ കാഴ്ച ഞാനിന്ന് കണ്ടു. ഇനി ആ കാഴ്ചക്ക് ഒരു കുറവില്ല എന്നറിയണം.
ഇനി വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഒന്നും വരൂല.